കണ്ണൂരിലെ മേൽപ്പാതകളുടെ അശാസ്ത്രീയത മന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ അക്കമിട്ട് നിരത്തിയ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം.എൽ.എ. മേലെച്ചൊവ്വ മേൽപ്പാലം നിർമ്മാണം തുടങ്ങിയത് സ്ഥലം മുഴുവനായി ഏറ്റെടുക്കാതെയാണ്. തെക്കേ ബസാർ ഫ്ളൈ ഓവർ നിലവിലെ അലൈൻമെന്റ് പ്രകാരം പൂർത്തിയാക്കിയാൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകില്ലെന്നും എം.എൽ.എ. യോഗത്തിൽ വ്യക്തമാക്കി. കണ്ണൂരിലെ ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെ വിശദമായി പരിശോധിക്കാൻ ഉന്നതതല സംഘത്തെ മന്ത്രി പി.കെ. ബഷീർ നിയോഗിച്ചു. കണ്ണൂരിലെ ഗതാഗത കുരുക്കുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സജീവമായി ചർച്ച ചെയ്ത ഉന്നതതല യോഗമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നത്. സങ്കീർണമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം.എൽ.എ. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് യോഗം ചേർന്നത്. മേലെച്ചൊവ്വ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗത്തിൽ ധാരണയായി. എന്നാൽ ഇവിടെ ഒട്ടേറെ സാങ്കേതിക കുരുക്ക് നിലനിൽക്കുന്നുണ്ട്. ഇതുടൻ പരിഹരിക്കണമെന്ന് എം.എൽ.എ. യോഗത്തിൽ ആവശ്യപ്പെട്ടു. മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 1.21 ഏക്കർ സ്ഥലമാണ് ആവശ്യം. എന്നാൽ 57 സെന്റ് സ്ഥലം മാത്രം ഏറ്റെടുത്താണ് പ്രവൃത്തി നടത്തുന്നത്. ഇത് കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് എം.എൽ.എ. യോഗത്തിൽ പറഞ്ഞു. വലിയ സാങ്കേതിക പിഴവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സ്ഥലം മുഴുവനായി ഏറ്റെടുക്കാതെ എങ്ങനെ 8 മാസം കൊണ്ട് ഈ പാലം പൂർത്തിയാക്കുമെന്ന ചോദ്യമാണ് എം.എൽ.എ. ഉയർത്തിയത്. പണി തുടങ്ങുമ്പോൾ 3 മാസത്തിനകം ശേഷിച്ച സ്ഥലം ഏറ്റെടുക്കുമെന്നായിരുന്നു കരാറുകാരെ അറിയിച്ചിരുന്നത്. എന്നാൽ പ്രവൃത്തി തുടങ്ങി 16 മാസമായിട്ടും അതിന് നടപടിയുണ്ടായില്ല. ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ വില നിർണയം പോലും നടത്തിയിട്ടില്ല. ഈ സ്ഥലം ഉടമകൾ വിട്ടുതരും എന്നതിന് എന്താണ് ഉറപ്പെന്നും എം.എൽ.എ. ചോദിച്ചു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ വികസന വിരോധിയാക്കി സൈബർ ആക്രമണം നടത്തുകയാണ് ഉണ്ടായതെന്നും വികാരാധീനനായി എം.എൽ.എ. യോഗത്തിൽ പറഞ്ഞു. നിലവിൽ 5% പ്രവൃത്തി പോലും മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ലെന്നും വലിയ ഗതാഗത കുരുക്കാണ് മാസങ്ങളോളം അവിടെ ഉണ്ടായതെന്നും എം.എൽ.എ. പറഞ്ഞു. ടാറിംഗ് നടത്തിയും റോഡ് അല്പം വീതി കൂട്ടിയുമാണ് നിലവിൽ പ്രതിസന്ധി പരിഹരിച്ചത്. ഇതേ അവസ്ഥയാണ് തെക്കേ ബസാർ മേൽപ്പാലത്തിന്റെ കാര്യത്തിലും ഉണ്ടായത്. നിലവിലുള്ള അലൈൻമെന്റ് പ്രകാരം പ്രവൃത്തി നടന്നാൽ ഒരു ഗുണവും ഉണ്ടാകില്ല. ഇത് വനിതാ കോളേജ് മുതൽ കണ്ണോത്തുഞ്ചാൽ വരെ നീട്ടിയാൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാനാകും. മുണ്ടയാട് കിഴുത്തള്ളി സർവീസ് റോഡ്, നടാൽ OK UP സ്കൂളിന് സമീപത്തെ അണ്ടർപാസ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയായി. ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടിയന്തരമായി അവരെ അറിയിക്കാനും ധാരണയായിട്ടുണ്ട്. പരാതികൾ പരിശോധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ മന്ത്രി പി.കെ. ബഷീർ പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ളക്ക് നിർദ്ദേശവും നൽകി. 10 ദിവസത്തിനകം വിദഗ്ധ സംഘം കണ്ണൂർ സന്ദർശിച്ച് ഈ വിഷയങ്ങളെല്ലാം പരിശോധിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.